നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും എൻ്റെ യേശു നല്ലവനാണെന്ന്, എൻ്റെ യേശു വല്ലഭനാണെന്ന്, എൻ്റെ യേശു എനിക്ക് എല്ലാമാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അങ്ങനെയുള്ളവരൊന്ന് ചേർന്ന് പാടാമോ? യേശുവേ നിൻ തിരുപാദം നമിച്ച് ആനന്ദം ആനന്ദമേ. എത്ര പേർക്കൊന്ന് പാടുവാൻ സാധിക്കും? ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ചിട്ട് കർത്താവിന്റെ ആ ഹൃദയങ്ങളെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് പാടാൻ സാധിക്കുമോ ഞങ്ങളോട് ചേർന്ന്? ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവേ നിൻ തിരുപാദം നമിച്ച് നീ മതി നീ മതിയേ. യേശുവേ നിൻ തിരുപാദം നമിച്ച് നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടാമോ? എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനെ വല്ലഭനെ നല്ലവനെ വല്ലഭനെ ആരാധ്യനേ ആരാധ്യനേ. പാടാമോ? നല്ലവനെ ഓ നല്ലവനെ വല്ലഭനെ ആരാധ്യനേ ആരാധ്യനേ ആരാധ്യനേ. പാടാമോ? നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി, പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. ഓ പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ. പരിശുദ്ധനേ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ ഹോ ആരാധ്യനേ. പരിശുദ്ധനേ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ ആരാധ്യനേ. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്, അവൻ പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. ഇന്നേ വരെ നമ്മളെ നിർത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ. ഇതുവരെ നമ്മെ കൊണ്ടുവന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും പുകഴുവാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെൻ്റെ യേശു എനിക്ക് നൽകിയ ദാനമാ. അതെൻ്റെ യേശു എനിക്ക് നൽകിയ ദാനമാ. അതെൻ്റെ യേശു എനിക്ക് നൽകിയ ദാനമാ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? എന്ത് ഭാരങ്ങൾ എന്ത് പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിലേറിയാലും ഞാൻ എൻ്റെ ജീവൻ അങ്ങിൽ അർപ്പിച്ചിട്ട് അങ്ങയുടെ മുഖത്ത് നോക്കി ഞാൻ ജീവിക്കുമെന്ന് ഉറപ്പോടെ എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. പ്രശ്നം വന്നോട്ടെ, ജീവിതത്തിൽ എന്തും വന്നോട്ടെ, എങ്കിലും ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ
എൻ്റെ യേശുവിൻ്റെ കൂടെ അവൻ്റെ പാതയെ പിൻപറ്റി ഓരോ ദിവസവും നടക്കുമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചേർന്നത് പാടാമോ? എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരികയില്ല. എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരികയില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയം. ഉറപ്പോടൊന്ന് പറയാമോ? എൻ ജീവൻ നിന്നിൽ, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമായി. രക്ഷകനേ രക്ഷകനേ യേശുനാഥാ, ആരാധ്യനേ ആരാധ്യനേ ആരാധ്യനേ. രക്ഷകനേ രക്ഷകനേ യേശുനാഥാ, ആരാധ്യനേ ആരാധ്യനേ. എപ്പോഴും ഞാൻ എൻ്റെ യേശുവിനെ പാടി സ്തുതിക്കും. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം, എൻ്റെ ജീവനുള്ള നാളെല്ലാം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പാടും. എനിക്ക് അങ്ങയെ ഉയർത്തുവാൻ കിട്ടുന്ന സമയമൊക്കെയും, അങ്ങയെ ആരാധിക്കുവാൻ ലഭിക്കുന്ന സമയമൊക്കെയും എൻ്റെ ജീവനുള്ളിടത്തോളം എൻ്റെ യേശുവിനെ ഞാൻ ആരാധിക്കും. ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഈ ഉറപ്പോടെ ഒന്ന് കർത്താവിനെ സ്തുതിക്കുന്നെങ്കിൽ, ഈ ഉറപ്പോടെ നാം കർത്താവിനെ ഒന്ന് ആരാധിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ കാണാൻ പോകുന്ന സമയമാണിത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്ന ഒന്ന് മാത്രം കർത്താവിനോടൊന്ന് പറഞ്ഞു തുടങ്ങാമോ? എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം ഞാൻ അങ്ങയെ സ്തുതിക്കും, എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം ഞാൻ അങ്ങയെ വാഴ്ത്തും, എനിക്ക് ജീവനുള്ള നാളെല്ലാം ഞാൻ അങ്ങയെ ആരാധിക്കും. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അക്കരങ്ങളുടെ സ്വർഗ്ഗത്തിലേക്കൊന്ന് ഉയർത്താമോ? പരിശുദ്ധനേ യേശുനാഥാ, ആരാധ്യനേ ആരാധ്യനേ ആരാധ്യനേ. പരിശുദ്ധനേ പരിശുദ്ധനേ യേശുനാഥാ, ഓ ആരാധ്യനേ ഓ ആരാധ്യനേ. യേശുവേ നിന്റെ പാദം, യേശുവേ നിന്റെ പാദം നമിച്ച് നീ മതി നീ മതിയേ. യേശുവേ നിന്റെ പാദം നമിച്ചോ നീ മതി നീ മതിയേ. എപ്പോഴും നിന്റെ സന്തോഷത്തോടെ, എപ്പോഴും അങ്ങേ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. അതിനപ്പുറത്തൊരു സന്തോഷം എനിക്കില്ല. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ആരാധ്യനേ നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് പാടാമോ? നല്ലവനേ
വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. അവൻ നല്ലവനാ, അവൻ വല്ലഭനാ. ഹല്ലേലൂയ. ആരും മൗനമായിട്ടിരിക്കരുത്, ആരും മൗനമായിട്ടിരിക്കരുത്. ഇന്ന് പകൽക്കാലം നാം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് എന്തെങ്കിലും, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്തെങ്കിലും പ്രാപിച്ചിട്ടേ കടന്നു പോകാവൂ. ഹല്ലേലൂയ. വെറുതെ വന്ന് വെറുതെ നമ്മൾ മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യം നിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യം നിന്റെ മേൽ വിടുതൽ അയക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അപ്പൻ അമ്മ നമ്മളെ അറിയുന്നതിന് മുൻപ് ഹല്ലേലൂയ നമ്മളെ കണ്ടൊരു കർത്താവ്. ഹല്ലേലൂയ. ഈ ലോകം നിന്നെ നോക്കി വിധി എഴുതിയതായിരിക്കാം, പക്ഷേ ഇന്ന് ആ വിധികളെ മാറ്റി എഴുതുവാൻ എൻ്റെ കർത്താവിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്നെയും നിന്നെയും നമ്മളെ ഓരോരുത്തരെയും കണ്ടൊരു കർത്താവ്. ഹല്ലേലൂയ. എൻ്റെ ഭാവി എന്താകുമെന്ന് നാം ചിന്തിച്ച സാഹചര്യങ്ങളിൽ, എൻ്റെ മക്കളുടെ ഭാവി എന്താകുമെന്ന് നാം ചിന്തിച്ച സാഹചര്യങ്ങളിൽ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ കൃപയൊന്നു മാത്രമാ, എൻ്റെ യേശുവിൻ്റെ കൃപയൊന്നു മാത്രമാ. ആ അത്ഭുതമായിട്ട്, അതിശയകരമായിട്ട്, ജയോത്സവമായിട്ട് നമ്മളെ ഇന്നും നടത്തുന്ന ഒരുവനുണ്ടെങ്കിൽ, ഇന്നും നമ്മളെ നടത്തുന്ന ഒരുവനുണ്ടെങ്കിൽ അതെൻ്റെ യേശുവാ. ഹല്ലേലൂയ. അല്പസമയങ്ങൾ കർത്താവിനെ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിട്ടിരിക്കരുതേ. നമുക്കൊരാദിയും വേണ്ട, നമുക്കൊരു ഭീതിയും വേണ്ട. ഹല്ലേലൂയ. നമ്മുടെ ഇന്നലകളെ അറിഞ്ഞവൻ, നമ്മുടെ ഇന്നറിയുന്നവൻ, നമ്മളെ നാളെയും അറിയുന്നവൻ എൻ്റെ യേശു. ഹല്ലേലൂയ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. അവൻ നിന്നെ പുലർത്തുവാൻ ശക്തൻ, അവൻ നിന്നെ നടത്തുവാൻ ശക്തൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് പറയാം. ഹല്ലേലൂയ. നിന്റെ കഴിവ് കണ്ടിട്ടല്ല, നിന്നെ ഇന്ന് ഉയർത്തുവാൻ കഴിവുള്ളൊരു ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ തള്ളിക്കളഞ്ഞിടത്ത്, ഹല്ലേലൂയ, നീ ഇനി ഉയർന്നു വരുത്തില്ലെന്ന് പറഞ്ഞിടത്ത്, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിടത്ത് പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നിനക്ക് ജ്ഞാനം പകരുവാൻ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ ജ്ഞാനത്തിനപ്പുറത്ത് വേറൊരു ജ്ഞാനമില്ല കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ജ്ഞാനത്തിനപ്പുറത്ത് വേറൊരു ജ്ഞാനമില്ല കേട്ടോ. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ അടഞ്ഞ വാതിലുകൾ തുറക്കുവാൻ എൻ്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മകൾ അറിയുന്ന, നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ, ആ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആരോടൊക്കെ ആയിട്ടും ഞാൻ പറയുന്നു, നീ കർത്താവിനെ ഒന്ന് തൊടാൻ തുടങ്ങിയാൽ ഇന്ന് നിന്റെ ജീവിതം മാറുന്നൊരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ചരിത്രം മാറ്റി എഴുതുന്നൊരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ അനുഭവങ്ങൾ മാറ്റി എഴുതുന്നൊരു ദിവസമാണിത്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് പറയാമോ ഞങ്ങളോട് ചേർന്ന്? ഹല്ലേലൂയ ജീസസ്. ആരും മൗനമായിട്ടിരിക്കാതെ തികഞ്ഞൊരു ദൈവ സാന്നിധ്യത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആളിൻ്റെ പെരുപ്പത്തിലല്ല, 2-3 പേർ എൻ്റെ നാമത്തിൽ വെറുതെ കൂടി വരുന്നിടത്തല്ല, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുവിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വാഞ്ചയോടെ എൻ്റെ അപ്പയോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. വാഞ്ചയോട്, നിങ്ങൾ യാചിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. വെറുതെ പറഞ്ഞതല്ലിത് കേട്ടോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? എൻ്റെ കർത്താവിനോടൊന്ന് പറഞ്ഞു തുടങ്ങാമോ? ഓ ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല തൊന്നുമില്ലേ. ഓർത്തി ശരിയല്ലേ? എല്ലാം അവൻ ചെയ്ത അത്ഭുതമല്ല. ഓ സ്തോത്രമല്ല തൊന്നുമില്ലേ.
അപ്പനമ്മ അറിയും മുൻപേ ഉറപ്പെടുന്ന പാടാമോ? നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി ഭാരപ്പെടേണ്ട, നമ്മുടെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ്. എന്നെ പോറ്റും, എന്നെ പുലർത്തും എൻ്റെ യേശു. ഓ പുലർത്തി അപ്പനമ്മ അറിയും മുൻപേ, നിത്യതയിൽ കണ്ടു ഉറപ്പെടുന്ന പാടി എൻ്റെ ഭാവി, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർ. അതുകൊണ്ട് ആദിയില്ല, ആദിയില്ല, തെല്ലും പിരിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ആദിയില്ല, തെല്ലും പിരിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ശബ്ദമുയർത്തി അതരങ്ങൾ തുറന്നു പാടാമോ? ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന എൻ്റെ യേശുവുണ്ട്. സ്വന്ത ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന എൻ്റെ യേശുവുണ്ട്. നൽകിയ അഭിഷേകം എന്നെ അഭിഷേകം അതു തന്നെ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? എന്റെ ബലം എൻ്റെ യേശു എനിക്ക് നൽകിയ അഭിഷേകമാണെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല, അതെന്റെ സമ്പത്താണത്. അഭിഷേക എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. കരങ്ങളിൽ ഉയർത്തുന്ന പാടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓഹോ ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറയാമോ? ഞാനും എൻ്റെ കുടുംബമോ, ഞാനും എൻ്റെ കുടുംബവും. നിന്നതല്ല യേശു നിർത്തിയതാ, നിന്നതല്ല യേശു നിർത്തിയതാ. താളടിയാൻ താളടിയാ പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജത്താൽ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയ. താളടിയാ പോയിടാതെ താങ്ങി എന്നെ. അതുകൊണ്ട് ചേർന്നത് പാടാമോ? ഓർത്തിടുമ്പോ അത്ഭുതമേ, നിന്നെ അത്ഭുതമാക്കിയത് എൻ്റെ യേശുവാണ്. നിന്നെ ഇന്നും അത്ഭുതമാക്കുവാൻ എൻ്റെ യേശുവിന്റെ സാന്നിധ്യം നിനക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അത്ഭുത
അത്ഭുതമേ സ്തോത്രമല്ല ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഓർത്തിടുമ്പോ അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന, എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയ. ഹല്ലേ ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും എന്നെ നിറയ്ക്കുവാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ യേശു അങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയ നന്മകളൊക്കെ ഒന്ന് ഓർത്തിട്ട്, ഹല്ലേലൂയ, ഇതുവരെ വന്നത് അങ്ങയുടെ കൃപയാണ്. ഹല്ലേലൂയ. നിലനിൽക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിൽക്കുന്നത് നിന്റെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്. ഹല്ലേലൂയ. എൻ്റെ ദാഹം തീർക്കുന്ന ഒരു പാറ എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദാഹം തീർക്കുന്ന ഒരു പാറ എനിക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ജലം ഒന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന ആത്മീയ ജലം എനിക്കൊന്ന് പാനം ചെയ്യണമെന്ന് എൻ്റെ കർത്താവിനോടൊന്ന് പറഞ്ഞു തുടങ്ങാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് സ്വാഗതം കരേറ്റിക്കൊണ്ട് എത്ര പേർക്കൊന്ന് പാടുവാൻ സാധിക്കും? ഹല്ലേലൂയ. എന്നെ നടത്തും ആ പൊന്നു കരമോ അതൊരു നാൾ കുറുകിപ്പോകുന്നതല്ല, അതൊരു നാളും മാറിപ്പോകുന്നതല്ല, അതൊരു നാളും കൈവിട്ടു പോകുന്നതല്ല, അതൊരു നാളും നമ്മളെ മാറ്റി നിർത്തുന്നതല്ല, നമ്മളെ അകറ്റി നിർത്തുന്നതല്ല. എപ്പോഴും 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 നമ്മോട് കൂടെയുണ്ടെന്ന്, നമ്മുടെ കൂടെയുണ്ടെന്ന്, അവൻ്റെ കരം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ട് നമ്മളെ നയിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഇന്നും നടക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൃപ കൊണ്ടാ. ഞാൻ ഇന്നും നടക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കരത്തിന് പിടിച്ചുകൊണ്ടാ. ഞാൻ ഇന്നും നടക്കുന്നത് എൻ്റെ യേശുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാ. ഞാൻ ഇന്നും നടക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൂടെ ഉറപ്പോടെ ഉള്ളത് കൊണ്ടാ. ഞാൻ ഇന്നും ജീവിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാ. ഞാൻ ഇന്നും ശത്രുവിന്മേൽ
ജീസസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്നവരൊന്ന് പാടാമോ? ഞാൻ ചേർന്ന് ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താ നടത്തിയതാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും ശരിയല്ലേ? നീ തീർന്നെന്ന് പറഞ്ഞിടത്ത് ഹല്ലേലൂയ. നീ ഒടുങ്ങി പോകുമെന്ന് ശത്രു വിധി എഴുതിയിടത്ത് ഹല്ലേലൂയ. നിന്റെ കൂടെ നിൽക്കുന്നവർ പോലും നീ ഇത്രേ ഉള്ളെന്ന് പറഞ്ഞിടത്ത് ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാ. എന്റെ കർത്താവിന്റെ കുറുകി പോകാത്ത കരം എന്നോട് നിന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാ ഇന്ന് നാം സന്തോഷത്തോട് ഇതിനകത്തായിരിക്കുന്നത്. എൻ ശബ്ദം കേൾക്കും. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം എന്റെ യേശുവിന്റെ കാതിൽ കേട്ടത് കൊണ്ടാ. നീ വിളിച്ചപ്പോൾ എന്റെ യേശു കേട്ടത് കൊണ്ടാ. ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താ നടത്തിയതാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താ നയിച്ചതി ഹല്ലേ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താൽ നടത്തിയതാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. അത് പറയാമോ? എനിക്ക് ആശ്വസിപ്പാൻ ഒരിടമുണ്ട് ഹല്ലേലൂയ. എൻ്റെ കണ്ണുനീരിൻ്റെ സമയത്തും ആകുല ചിന്തകളുടെ സമയത്തും എനിക്ക് ആശ്വസിപ്പാൻ ഒരിടമുണ്ട്. അതെൻ്റെ യേശുവിൻ്റെ സന്നിധിയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എൻ്റെ തല ചായിപ്പാൻ, എൻ്റെ ഭാരത്തിൻ്റെ നാളതിൽ, എൻ്റെ പ്രയാസത്തിൻ്റെ നാളതിൽ എനിക്ക് തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട് ഹല്ലേലൂയ. എങ്ങും കിട്ടാത്ത ആശ്വാസം പകരുന്ന, എങ്ങും കിട്ടാത്ത സന്തോഷം പകരുന്ന, എങ്ങും കിട്ടാത്ത ആനന്ദം പകരുന്ന ഒരു മാർവ് എനിക്ക് വേണ്ടിയുണ്ട്. ഒരു മാർവ് എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ യേശു എനിക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ സാധിക്കും ഹല്ലേലൂയ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ കർത്താവിനോടൊന്ന് പറയുവാൻ സാധിക്കുമോ? എനിക്ക് ആശ്വസിപ്പാൻ അങ്ങല്ലാതെ മറ്റൊരിടമില്ല. എനിക്ക് വിശ്വസിപ്പാൻ അങ്ങല്ലാതെ മറ്റൊരിടമില്ല. എനിക്ക് തലചായിപ്പാൻ അങ്ങയുടെ മാർവല്ലാതെ മറ്റൊരിടമില്ല ഹല്ലേലൂയ. ഈ ഒരു വെളിപ്പാടിന് നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുന്നൊരു ദിവസമാണ് ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് ഹല്ലേലൂയ? ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താൽ നടത്തിയതാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഭുജബലത്താൽ നടത്തിയതാ ഹല്ലേ ഹല്ലേലൂയ പാടിടും. ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള പറയും. ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ പോലെ ഹല്ലേലൂയ. ശക്തിയോടെ ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ ജീസസ്. അല്പസമയം നമ്മൾ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാനുള്ള സമയമാണ്. ശാരീരിക സ്ഥിതി അനുവദിക്കുന്നവർ മാത്രം അല്പസമയങ്ങൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയം നമ്മുടെ കർത്താവിന് നന്ദി കരറ്റാനുള്ള സമയമാണ്. ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിന് കടന്നു വന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉള്ളവർ അക്കരങ്ങളൊന്ന് ഉയർത്താമോ? നിങ്ങളുടെ കരങ്ങൾ ദയവായിട്ടൊന്ന് ഉയർത്തി നിൽക്കുമ്പോൾ ഞങ്ങളുടെ യെല്ലോ കാർഡ് നിങ്ങളുടെ കയ്യിൽ തരും. അതിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതാമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദയവായിട്ട് കരങ്ങളൊന്ന് ഉയർത്താമോ? പുതിയതായിട്ട് കടന്നു വന്നവർ ഹല്ലേലൂയ ജീസസ്. നിങ്ങളെ ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആഗ്രഹവും അതാണ്. ഇവിടെ കടന്നു വന്നവരാരും വെറും കൈയോടെ കടന്നു പോകരുത്. ഹല്ലേലൂയ.